ഷാജഹാൻ ഷെയ്ഖിനെ ഉടൻ പിടികൂടുമെന്ന് ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസ്. ഹൈക്കോടതി വിധിയാണ് ഇക്കാര്യത്തിൽ അന്തിമമെന്നും അറസ്റ്റ് ഉറപ്പായും ഉണ്ടാകുമെന്നും ബംഗാൾ ഗവർണർ വ്യക്തമാക്കി. അതേസമയം ഷാജഹാനെ ഒരാഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുമെന്ന് TMC അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഒളിവിൽ കഴിയുന്ന ഷാജഹാൻ ഷെയ്ഖിനെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? രാവിലെ ഇത് സംബന്ധിച്ച കേസ് പരിഗണിക്കുന്നതിനിടെ പശ്ചിമ ബംഗാൾ ഹൈക്കോടതി വളരെ കൃത്യമായി അറിയിച്ചിരുന്നു ഷാജഹാൻ ഷെയ്ഖിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശവും സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നു. നേരത്തെ ഏതാണ്ട് ഒരു മാസം മുമ്പ് ഷാജഹാൻ ഷെയ്ഖിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിൽ കൂടി അതിലേക്കുള്ള യാതൊരു നടപടികളും ഷാജഹാൻ ഷെയ്ഖിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് ഉടൻ ഉണ്ടാകണമെന്ന നിലപാട് വളരെ കൃത്യമായി ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് TMC നേതൃത്വം ഒരാഴ്ചയ്ക്കുള്ളിൽ പിടികൂടുമെന്നൊക്കെയുള്ള ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ വളരെ കൃത്യമായി ഗവർണർ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അറിയിക്കുകയും ചെയ്തു. അതായത് ഈ അന്തിമമായ വിധി, അതായത് ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് വന്ന വിധിയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അന്തിമം. അതുകൊണ്ട് തന്നെ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം, അദ്ദേഹം അറസ്റ്റിലാവുക തന്നെ ചെയ്യുമെന്ന് വളരെ കൃത്യമായി അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. അതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ അറസ്റ്റ് യാഥാർത്ഥ്യമാക്കുക എന്നൊരു നീക്കം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, മാർച്ച് 6-നാണ് പ്രധാനമന്ത്രി ഈ സന്ദേശ് കാലിയും അവിടെയുള്ള പീഡനത്തിനിരയായ സ്ത്രീകളെയും അതുപോലെ ആ പ്രദേശവും സന്ദർശിക്കുകയും വനിതാ റാലിയിൽ പങ്കെടുക്കുകയുമെല്ലാം ചെയ്യുന്നത്. അതിന് മുൻപ്, അതായത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഈ അറസ്റ്റ് സാധ്യമാക്കുക എന്നൊരു നീക്കമാണ് TMCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ അറസ്റ്റ് എന്ന നിയമ പ്രക്രിയ ഉണ്ടായേ തീരുവെന്ന കൃത്യമായ നിലപാട് CV ആനന്ദബോസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിഷിത് പ്രാമാണിക് ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിച്ചത്. കാരണം ഒരു മണിക്കൂറിനകം ഇദ്ദേഹത്തെ, അതായത് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും, അത് കേന്ദ്രസേനയെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് സാധ്യമാകുമെന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഇത്തരത്തിലൊരു പരാമർശമുണ്ടായത്. ഇത്തരത്തിൽ കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാർ അറിയിക്കുമ്പോൾ തന്നെ ഇൻ്റലിജൻസ് വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. അത്തരത്തിൽ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഷാജഹാൻ ഷെയ്ഖ് എവിടെയുണ്ടെന്ന് കേന്ദ്രസേനകളും അതുപോലെ തന്നെ അനിവാര്യമായ ഇൻ്റലിജൻസ് ഷെയറിങ്ങിൻ്റെ ഭാഗമായി പശ്ചിമബംഗാൾ പോലീസിനും ഈ വിവരം ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ അറസ്റ്റ് വൈകുന്നതിന് കാരണം യുക്തിഭദ്രമല്ലാത്തൊരവസ്ഥയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പശ്ചിമബംഗാൾ ഗവർണർ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയും അറസ്റ്റ് തന്നെ ഉണ്ടാകും, ഹൈക്കോടതിയുടെ നിലപാട് അന്തിമമെന്ന വ്യക്തമായ തീരുമാനം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മാർച്ച് 6-ന് പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും നടപടിയിലേക്ക് നീങ്ങുക എന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗമായി കൂടിയാണ് TMCയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നതും. നമുക്കറിയാവുന്നതാണ്, മാർച്ച് 6-ന് ശേഷം മാർച്ച് 10-ന് സന്ദേശ് കാലിയിൽ വിശദീകരണ യോഗങ്ങൾ നടത്താനിരിക്കുകയാണ് മമതാ സർക്കാരും മമതയുടെ പാർട്ടിയും. സ്വാഭാവികമായും ഈ മമതാ സർക്കാരിനെ ജനരോഷത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായി അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അധികം വൈകാതെ തന്നെ ഷാജഹാൻ ഷെയ്ഖിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതായത് ഐസൻ, ഷാജഹാൻ ഷെയ്ഖിനെതിരെ ഉണ്ടായിരുന്ന മമതയുടെ ആ ഒരു മൃദു സമീപനം ഇനി എന്തായാലും മാറ്റിയേ പറ്റൂ എന്നുള്ളതാണ്. കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അറസ്റ്റ് ഉണ്ടാകേണ്ടതുണ്ട്. രാഷ്ട്രീയമായും നിയമപരമായും അതിനുള്ള എല്ലാ സമ്മർദ്ദങ്ങളും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെതിരെ ഉയർന്നിരിക്കുകയാണല്ലേ? തീർച്ചയായും രാഷ്ട്രീയമായും സാമൂഹ്യമായും എല്ലാ അർത്ഥത്തിലുമുള്ള സമ്മർദ്ദം മമതാ ബാനർജിക്കെതിരെ ഉയരുന്നൊരു സാഹചര്യമാണ്. കാരണം തങ്ങളുടെ ഭൂമി തട്ടിയെടുത്ത ആളുകൾ, അതായത് ഇന്ന് ഭൂമി തട്ടിയെടുത്ത ഷാജഹാൻ ഷെയ്ഖിൻ്റെ കൂട്ടാളി അജിത് മേത്തിയെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. അത് ഭൂമി തട്ടിയെടുത്ത് തങ്ങളെ മാനഭംഗപ്പെടുത്തിയവരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ആ നാട്ടുകാർ, അതായത് സന്ദേശ് കാലിയിലും ധാംഖലിയിലുമൊക്കെയുള്ള സ്ത്രീകൾ തന്നെ ഉന്നയിക്കുകയും ആ ഒരു പ്രക്ഷോഭമായി അവർ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത്തരത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങളുണ്ടാകുന്നു. BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആ ജനകീയ പ്രക്ഷോഭങ്ങളോടൊപ്പം നിന്ന് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. എന്നാൽ അവിടെ സന്ദർശിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ അത്തരത്തിലുള്ള ഒരു മർക്കടമുഷ്ടിയെല്ലാം തന്നെ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ നിയമപരമായി നിലനിൽക്കാനാവാത്ത ഒരവസ്ഥ, നിയമപരമായി ഇത് ബോധ്യപ്പെടുത്താനാവാത്തൊരവസ്ഥ ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെയും അതുപോലെ തന്നെ സ്വാഭാവികമായും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഇടപെടൽ, അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലിന് പുറമെ വനിതാ കമ്മീഷൻ്റെ ഇടപെടൽ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇടപെടലുണ്ടായിരുന്നു, SC/ST കമ്മീഷൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ എല്ലാ നിയമ സംവിധാനങ്ങളും ശക്തമായി ഈ വലിയ തെറ്റിനെതിരെ അല്ലെങ്കിൽ വലിയ കൊടും കുറ്റകൃത്യത്തിനെതിരെ
മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീകളെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കേട്ടുകേൾവിയില്ലാത്ത ഭീകരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ ആളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിൽ നിന്നും പിന്മാറാതെ രാഷ്ട്രീയമായി നിലനിൽക്കാനാവില്ല എന്ന ബോധ്യം തന്നെയാണ് മമതാ ബാനർജിക്കുള്ളത്. അതേസമയം മമതാ ബാനർജിയെ അലട്ടുന്ന പ്രധാന വിഷയം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഒരു രാഷ്ട്രീയ നേട്ടത്തിനുള്ള നീക്കങ്ങളുടെ ഒരു അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായുള്ള നിലപാട് കൂടിയാണ്. ഇത്തരത്തിലൊരു പ്രീണന നയം കൊണ്ടുവന്ന് ആ പ്രദേശത്ത് ജയിച്ചു കയറുക എന്നൊരു ഉദ്ദേശമാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ അക്കാര്യം അനുവദനീയമല്ല എന്ന നിലപാട് നാട്ടുകാരും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും മുന്നോട്ട് വയ്ക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകി.